Good morning, students. The next chapter, transportation model. Our last chapter, transportation model. Transportation problem usually involve the physical movement of goods and services from various sources or origins to multiple demand destination within the given constraints of supply and demand in such a way that the total transportation cost is to be minimized. The basic transportation problem was originally developed by F.I. Hitchcock. The transportation problem usually involves the physical movement of goods and services from various sources or origin to multiple demand destination within the given constraints of supply and demand in such a way that the total transportation cost is to be minimized. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടറികളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ട്രാൻസ്പോർട്ടേഷൻ മോഡലും അപ്ലൈ ചെയ്യുന്നത്. കാരണം സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആവണം. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്ട്രെയിൻസ്. അതുപോലെ തന്നെ മിനിമം കോസ്റ്റിൽ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റണം. സോ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം യൂഷ്വലി ഇൻവോൾവ് ദ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ഒരു സോഴ്സിൽ നിന്ന് മറ്റൊരു സോഴ്സിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫിസിക്കലി മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴുള്ള പ്രോബ്ലത്തെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ടു മൾട്ടിപ്പിൾ ഡിമാൻഡ് ഡിസ്റ്റൻഷൻ, പലതരത്തിലുള്ള ഡിമാൻഡ് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് ആ ഗുഡ്സ് എത്തിക്കേണ്ടി വരും within a given constraints of supply and demand in such a way that the total transportation cost is to be minimized. നമ്മളുടെ ഫൈനൽ കൺസെപ്റ്റ് എന്താണ്? ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യണം. The basic transportation problem was originally developed by F.I. Hitchcock. Hitchcock ആണ് ബേസിക്കലായിട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് LPP. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പ്രോഡക്ട്സ് മാനുഫാക്ചർഡ് അറ്റ് എ ഡിഫറൻറ്റ് ഫാക്ടറീസ് ഓർ പ്ലാന്റ്സ് ടു എ നമ്പർ ഓഫ് ഡിമാൻഡ് ഡിസ്റ്റൻഷൻ. ഇത് സാധാരണ ട്രാൻസ്പോർട്ടേഷൻ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനും പലതരത്തിലുള്ള ഫാക്ടറീസുകൾ അല്ലെങ്കിൽ പ്ലാന്റുകളെ നമ്പർ ഓഫ് ഡിമാൻഡ് ഡിസ്റ്റൻസിലേക്ക് എത്തിക്കാനും ഒക്കെയാണ് നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടേഷൻ. കാരണം ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് LPP. ഇറ്റ് ഡീൽസ് വിത്ത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പ്രൊഡക്ട്സ് മാനുഫാക്ചർഡ് അറ്റ് ഡിഫറൻറ്റ് ഫാക്ടറീസ് ഓർ പ്ലാന്റ്സ് ടു എ നമ്പർ ഓഫ് ഡിമാൻഡ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, once more, objectives of transportation. Minimum transportation cost. Ultimate objective എന്താ? മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഗുഡ്സും സർവീസും ഫിസിക്കലായിട്ട് ഒരു സോഴ്സിൽ നിന്ന് മറ്റൊരു മൾട്ടിപ്പിൾ ഡിമാൻഡ് ഡിസ്റ്റൻസിലേക്കോ കൺസ്ട്രെയിൻസിലേക്കോ ഡിമാൻഡും സപ്ലൈയും എത്തിക്കാൻ വേണ്ടിയിട്ട് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ള മോഡലിലാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ദീസ് പ്രോബ്ലം ഡെവലപ്ഡ് ബൈ F.I. Hitchcock ആണ് ഡെവലപ്പ് ചെയ്തത്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് LPP ആണ്. അതുപോലെ തന്നെ അത് ഡീൽ ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പ്രൊഡക്ട്സ് മാനുഫാക്ചർഡ് അറ്റ് എ ഡിഫറൻറ്റ് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഫാക്ടറികൾ അല്ലെങ്കിൽ പ്ലാന്റ്സുകളുടെ ഡിഫറൻറ്റ് സ്ഥലത്തിൽ നിന്ന് നമ്പർ ഓഫ് ഡിസ്റ്റൻഷൻ. ഇപ്പോൾ ഒരു ഫാക്ടറിന് ഒരു സ്ഥലത്തായിരിക്കില്ല, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻഷനിൽ നിന്ന് ഡിഫറൻറ്റ് പ്ലാന്റ്സ് ഓർ മാനുഫാക്ചറിങ്ങിലേക്ക് നമ്മൾ അത് എത്തിക്കാനുള്ള, ദാറ്റ് മീൻസ് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാനുള്ള ആ ഒരു കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. അതാണ് ട്രാൻസ്പോർട്ടേഷൻ മോഡലിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. സോ ഇറ്റ്സ് ആ ഒബ്ജക്റ്റീവ് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. സോ അതിനകത്ത് നമ്മൾ നേരത്തെ LPP പഠിച്ച പോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫോർമുല ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഉണ്ട്. ലെറ്റ് us denote P1, P2, P3, etc. PM factories or plants. D1, D2, D3, etc. DM ഡിമാൻഡ് ഡിസ്റ്റൻഷൻ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും രണ്ട് കാര്യമാണല്ലോ ഉള്ളത്, ഫാക്ടറീസ് ഓർ പ്ലാന്റ്സും ഡിമാൻഡ് ഡിസ്റ്റൻഷൻ. P1, P2, etc. PM നമ്മൾ ഫാക്ടറീസ് ഓർ പ്ലാന്റ്സിനെയും D1, D2, D3, DM ഡിമാൻഡ് ഡിസ്റ്റൻഷനെയും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി Q1, Q2, etc. QM
ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ഫ്രം ദീസ് ഫാക്ടറി. ഈ ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് Q1, Q2, QM വരെ പറയുന്നത്. ഇനി R1, R2, RM വരെ വേരിയസ് റിക്വയർമെന്റ് ഓഫ് ഈച്ച് ഡെസ്റ്റിനേഷൻ. ഓരോ ഡെസ്റ്റിനേഷനുള്ള റിക്വയർമെന്റ്സ് ആണ് R1, R2, എക്സെട്ര RM വരെ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ P1, P2, P3, PM എന്ന് പറയുന്ന ഫാക്ടറീസ് ഓർ പ്ലാന്റ്. D1, D2, D3, DM എന്ന് പറയുന്ന ഡിമാൻഡ് ഡെസ്റ്റിനേഷൻ. Q1, Q2, QM എന്ന് പറയുന്ന ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഫാക്ടറീസ്. R1, R2, RM എന്ന് പറയുന്ന വേരിയസ് ഡിമാൻഡ് റിക്വയർമെന്റ്സ് ഓഫ് ഈച്ച് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഡിനോട്ട്സുകൾ ക്ലിയർ ആയല്ലോ. ഇനി ടോട്ടൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്. ടോട്ടൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ Q1 പ്ലസ് Q2 പ്ലസ് Q3 എക്സെട്ര പ്ലസ് QM ഈസ് ഈക്വൽ ടു സിഗ്മ Q. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ Q1, Q2 അങ്ങനെ ആഡ് ചെയ്താൽ QM വരെ കിട്ടുന്നതാണ് ടോട്ടൽ ക്വാണ്ടിറ്റി. നമുക്കറിയാലോ. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിഗ്മ Q. ടോട്ടൽ ക്വാണ്ടിറ്റി റിക്വയർഡ്, നമുക്ക് ആവശ്യപ്പെടുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 പ്ലസ് R3 എക്സെട്ര RM ഈസ് ഈക്വൽ ടു സിഗ്മ R. R1, R2, R3യെ ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി റിക്വയർഡ്, ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി റിക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ഇൻഡിക്കേറ്റ് സിഗ്മ R. Therefore, EQ ഈസ് ഈക്വൽ ടു ER. നമ്മൾ റിക്വയർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയും നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയും ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ സപ്ലൈയും ഡിമാൻഡും എപ്പോഴും എന്തായിരിക്കണം? റിക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എന്താ? സപ്ലൈ. നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയും നമ്മൾ ആവശ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയും എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. Therefore, EQ ഈസ് ഈക്വൽ ടു ER. മറ്റൊരു ടേമാണ് TIJ. TIJ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് 1 unit from I the origin to J the destination. Transportation cost of 1 unit from I the origin to J the destination. അപ്പോൾ ഒറിജിൻ അതും ഡിസ്റ്റൻഷനും തമ്മിലുള്ള ഒരു ഇന്റർസെക്ഷൻ ആണ് TJ എന്ന് പറയുന്നത്. ആ ഒരു കോസ്റ്റിനാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷനാണ് T കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. I എന്ന് പറഞ്ഞാൽ ഒറിജിൻ കോസ്റ്റ്, J ഡെസ്റ്റിനേഷൻ കോസ്റ്റ്. അപ്പോൾ T എന്ന് പറയുന്ന TIJ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് 1 unit ഫ്രം ദ I the origin and J the destination. നെക്സ്റ്റ് മെട്രിക്സ്, ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൻ്റെ ഒരു മെട്രിക്സ് ആണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ റിക്വയർഡ് ഡിമാൻഡ് D1, D2, DJ എക്സെട്ര DN ടോട്ടൽ ക്വാണ്ടിറ്റി റിക്വയർഡ്. അപ്പോൾ താഴെ നമ്മൾ ഡിമാൻഡും ഇപ്പുറത്തെ ടോട്ടൽ ക്വാണ്ടിറ്റിയുമാണ് എഴുതുക. സോ റോ ഓർ ടേബിൾ ആയതുകൊണ്ട് റോയും കോളവും ഉണ്ടാവും. ഫസ്റ്റ് കോളത്തിൽ D1 ആണ്. D1 ഇൻഡിക്കേറ്റ് ചെയ്യുക T11, T21. നെക്സ്റ്റ് TI1, TM1. കാരണം റോ P1, P2, PI, PM. P1, P2, PI, M ആണ്. P1, P2, PI, PM ആണ് റോ. അതുകൊണ്ട് D1 വരിക, കോളത്തിൽ വരിക T11, T21, TI1, TM1. റിക്വയർഡ് ഡിമാൻഡ് വരും R1. ഇനി D2, T12, T22. നേരത്തെ നമ്മൾ മുന്നേ എഴുതിയ പോലെ തന്നെ മാട്രിക്സിൽ TI2, TM2. ഇനി DJ, TIJ, T1J, T2J, TIJ, TMJ. അടുത്ത കോളം DN, T1N, T2N, TIN, TMN. ടോട്ടൽ ക്വാണ്ടിറ്റി റിക്വയർഡ് Q1, Q2, QI, QM. അതുപോലെ തന്നെ ഡിമാൻഡ് റിക്വയർഡ് ലാസ്റ്റ് റോയിൽ വരുന്ന R1, R2, RJ, RM. ക്ലിയർ ആയല്ലോ? മെട്രിക്സ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ. ഇനി നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുല ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ബേസിൽ നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ അപ്ലൈ ചെയ്യാം. ഒന്നുമില്ല, നമുക്ക് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം എന്ന് ആദ്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? മിനിമൈസ് Z ഈസ് ഈക്വൽ ടു സിഗ്മ M T ഈസ് ഈക്വൽ ടു I, സിഗ്മ N J ഈസ് ഈക്വൽ ടു 1, CIJ ഇൻറ്റു XIJ. ഇക്വേഷൻ കണ്ട് പഠിക്കേണ്ട, സിമ്പിളാണ്. മിനിമൈസ് Z സിഗ്മ M T ഈസ് ഈക്വൽ ടു 1, സിഗ്മ N J ഈസ് ഈക്വൽ ടു 1, CIJ ഇൻറ്റു XIJ. സിഗ്മ N J ഈസ് ഈക്വൽ ടു 1, XIJ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ലാംഡേൻ്റെ നമുക്ക് ആൽഫയുടെ സിമ്പിൾ കാണിക്കാം, ഇൻഫിനിറ്റി. I ഈസ് ഈക്വൽ ടു 1, 2 എക്സെട്ര N. കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സിഗ്മ M T ഈസ് ഈക്വൽ ടു 1, XIJ ഈസ് ഈക്വൽ ടു BJ, ബീറ്റ J എന്ന് പറയാം. J ഈസ് ഈക്വൽ ടു 1, 2 എക്സെട്ര N. ഡിമാൻഡ് കൺസ്ട്രെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. XIJ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ I ആൻഡ് J. ഒന്നുകൂടി നോക്കിയോ.
ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുല ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ്. മിനിമൈസ് z is equal to sigma m t is equal to 1 sigma n j is equal to 1 Cij into xij. Sigma n j is equal to 1 xij is equal to alpha or infinity symbol I is equal to 1 to etc. n capacity constraints ആണ്. Sigma m t is equal to 1 xij is equal to bj, that means beta j is equal to 1 to etc. and demand constraints. Xij greater than or equal to 0 for all I and j. ആ ഒരു ഇക്വേഷൻ്റെ ഡെഫിനിഷൻ ആണ്. ഒന്നാമത്തത് എന്തൊക്കെ വേണം വെച്ചാൽ ഫീസിബിൾ സൊല്യൂഷൻ. നോൺ നെഗറ്റീവ് അലോക്കേഷൻ ആണ്, നെഗറ്റീവ് അലോക്കേഷൻ അല്ല, അതുകൊണ്ടാണ് നോൺ നെഗറ്റീവ് അലോക്കേഷൻ. നെഗറ്റീവ് സംഖ്യ പാടില്ല. ഫീസിബിൾ സൊല്യൂഷൻ xij ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. xij 0-നേക്കാൾ കൂടുതലാണെങ്കിൽ ആ കിട്ടുന്ന ആൻസർ ഫീസിബിൾ സൊല്യൂഷനാണ്. മറ്റൊന്ന് സെക്കൻഡ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഈസ് നോ ഓഫ് നെഗറ്റീവ് അലോക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. ഈസ് റിക്വയർഡ് m plus n minus 1 where m is the number of rows and n is the number of columns. ഫീസിബിൾ സൊല്യൂഷൻ ആവണമെങ്കിൽ if the number of നോൺ നെഗറ്റീവ് അലോക്കേഷൻ നമ്പർ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് അലോക്കേഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് അലോക്കേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് അലോക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. നോൺ നെഗറ്റീവ് അലോക്കേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് അലോക്കേഷൻ ആണെങ്കിൽ ഹീസ് റിക്വയർഡ് ഫൈനലി ആൻസർ എന്തായിരിക്കണം? m plus n minus 1 where m is the number of rows. m എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് റോസ് ആണ്. ആൻഡ് n is the number of columns. നമ്പർ ഓഫ് കോളംസ് ആണ്. നെക്സ്റ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. അതിനകത്തുള്ള ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്താ? ഒപ്റ്റിമൽ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ഫീസിബിൾ സൊല്യൂഷൻ ഈസ് കോൾഡ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഫീസിബിൾ സൊല്യൂഷനെ തന്നെയാണ് നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് മിനിമൈസ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ആയിക്കൊണ്ട് വരണം. അതിനെയാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നാലാമത്തത് നോൺ ജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. എ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ടു എ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് സെഡ് ടു ബി നോൺ ജനറേറ്റ്. ഒരു ഫീസിബിൾ സൊല്യൂഷൻ ട്രാൻസ്പോർട്ടേഷനിൽ ഒരു ഫീസിബിൾ സൊല്യൂഷനെ തന്നെയാണ് നമ്മൾ നോൺ ജനറേറ്റ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് m plus n minus 1, അത് എപ്പോഴും എന്തായിരിക്കണം? m plus n കൂടെ -1 ചെയ്ത് കഴിഞ്ഞാൽ മാത്രം കിട്ടുന്നതായിരിക്കണം സൊല്യൂഷൻ. ആ സൊല്യൂഷനെയാണ് നമ്മൾ നോൺ ജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഈച്ച് അലോക്കേഷൻ ഈസ് ഇൻഡിപെൻഡന്റ്. ഓരോ അലോക്കേഷൻ എന്തായിരിക്കണം? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. സോ ഇത്രയാണ് ഇതിനകത്ത് ഡെഫിനിഷൻ വന്നത്. ഫസ്റ്റ് ഫീസിബിൾ സൊല്യൂഷൻ നോൺ നെഗറ്റീവ് അലോക്കേഷൻ ആയിരിക്കണം. xj ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. സെക്കൻഡ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഇഫ് നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് അലോക്കേഷൻ ഈസ് ഈക്വൽ ടു m plus n minus 1 ആയിരിക്കണം. m എന്ന് പറയുന്ന നമ്പർ ഓഫ് റോസും n നമ്പർ ഓഫ് കോളംസും ആയിരിക്കണം. ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫീസിബിൾ സൊല്യൂഷൻ തന്നെയാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒപ്റ്റിമൽ സൊല്യൂഷൻ എപ്പോഴും എന്തായിരിക്കണം? ഇറ്റ് ഈസ് ടു മിനിമൈസ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിരിക്കണം. ഫോർത്ത് നോൺ ജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ടു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് ആൾസോ കോൾഡ് ആസ് നോൺ ജനറേറ്റ്. അതിനെ തന്നെയാണ് ഫീസിബിൾ സൊല്യൂഷനെ തന്നെയാണ് നോൺ ജനറേറ്റ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് രണ്ട് കാര്യം ശ്രദ്ധിക്കണം. കൺസ്ട്രെയിൻസ് m plus n minus 1 ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളം കൂടി ആഡ് ചെയ്തിട്ട് അതിനകത്ത് -1 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? നമുക്ക് കൺസ്ട്രെയിൻസ് കിട്ടും. തേർഡ് ഈച്ച് അലോക്കേഷൻ ഈസ് ഇൻഡിപെൻഡന്റ്. ഓരോ അലോക്കേഷനും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. സോ ദീസ് ആർ ദ മെയിൻ ഡെഫിനിഷൻ. നെക്സ്റ്റ് ലൂപ്സ്. മറ്റൊരു ടേം ആണ് ലൂപ്സ്. ലൂപ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ടേം ആണ്. 4 or more cells can be formed as loops. 4 അതിലധികമോ സെൽ, ടേബിൾ അല്ലേ, മെട്രിക്സ് അല്ലേ, 4 അതിലധികമോ സെൽ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലൂപ്സ്. Two adjacent cells in the ordered set lies either in the same row or column in the same column. അപ്പോൾ സെയിം റോയിലോ സെയിം കോളത്തിലോ നമ്മൾ ഓർഡേർഡ് ആയിട്ട് 2 അഡ്ജൻസെന്റ് സെല്ലുകൾ വെക്കുകയാണെങ്കിൽ ആ ഒരു സെല്ലിനെ അല്ലെങ്കിൽ 4 കൂടുതലുള്ള സെല്ലിനെ നമ്മൾ എന്ന് വിളിക്കുന്ന പേരാണ് ലൂപ്സ്. ഓക്കെ, അത്രയേ ഉള്ളൂ. മറ്റൊന്ന് സൊല്യൂഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഓർ സ്റ്റെപ്സ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്സ് ആണ് അടുത്ത് നമ്മൾ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്സ് ആണ്. ഓക്കെ,
ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്സ് ആണ്, അല്ലെങ്കിൽ സൊല്യൂഷൻ ടു TP എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുക എങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ്. ഫസ്റ്റ് ശ്രദ്ധിച്ചോളെ, ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് മിനിമൈസ് ദ കോസ്റ്റ്. എല്ലാം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതുവരെ പഠിച്ചതുപോലത്തെ കഴിഞ്ഞ 2-3 ചാപ്റ്റർ പഠിച്ചതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് മിനിമൈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അല്ലെ ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ദ മിനിമൈസ് ദ കോസ്റ്റ് ഈസ് ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. സെക്കൻഡ്, സെറ്റ് അപ്പ് ദ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ വിത്ത് M rows ആൻഡ് N columns. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ സെറ്റ് ചെയ്യണം. M റോസും N കോളംസും ആണ്. M ഇൻഡിക്കേറ്റ് ദ സോഴ്സസ് ഓഫ് ഫാക്ടറീസ് എന്നൊക്കെ വരുന്ന സോഴ്സസ് ആണ് വരുന്നത്. N ഇൻഡിക്കേറ്റ് ദ ഡെസ്റ്റിനേഷൻ. N ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എപ്പോഴും എന്താ, ഡെസ്റ്റിനേഷൻ, ആ പ്ലേസ് ആണ്. തേർഡ്, ഡെവലപ്പ് ആൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. നമ്മൾ ആദ്യം കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ തന്നെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യണം. ഫോർത്ത്, വെരിഫൈ വെദർ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമം ഓർ നോട്ട്. നമ്മളത് വെരിഫൈ ചെയ്യണം, ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമം ആണോ അല്ലയോ എന്നുള്ള കാര്യം. സെൽ ഹാവ് ആൻ അലോക്കേഷൻ ആർ നോൺ ആസ് occupied cells and other cells is known as empty cell. 2 സെൽ ഉണ്ടാവും. അലോക്കേറ്റ് ചെയ്യുന്ന സെല്ലിനെ നമ്മൾ ഒക്യുപ്പൈഡ് സെല്ലെന്നും ബാക്കി വരുന്ന സെല്ലിനെ നമ്മൾ എംടി സെല്ലെന്നും വിളിക്കും. ഫിഫ്ത്ത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് റിലേറ്റഡ് വിത്ത് എംടി സെൽ ആർ ടു ബി കമ്പ്യൂട്ടഡ് ടു ടെസ്റ്റ് വെദർ ദ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമം. നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് എംടി സെല്ലുകൾ കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് നോക്കും ഒഴിഞ്ഞ സെല്ല്, അത് ഒഴിഞ്ഞ സെല്ലാകുമ്പോൾ ഈസി ആണല്ലോ, വെദർ ദ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമം, ഈ ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമം ആണോ ഇല്ലയോ എന്നുള്ള കാര്യം. സിക്സ്ത്, ഇഫ് ദ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമം അല്ലെങ്കിൽ ദെൻ മോഡിഫൈ ദ അലോക്കേഷൻ. ആദ്യം പോയിട്ട് അലോക്കേറ്റ് ചെയ്ത ടാബിള് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മോഡിഫൈ ചെയ്യേണ്ടത്. 7, റിപ്പീറ്റ് ദ സ്റ്റെപ്പ് 5 to 6 ടിൽ ദ ഒപ്റ്റിമം സൊല്യൂഷൻ ഈസ് അറ്റൈൻഡ്. ഒപ്റ്റിമം സൊല്യൂഷൻ അറ്റൈൻ ചെയ്യുന്നവരെ 5 to 7, 6 വരെയുള്ള സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഒന്നുകൂടി, ഫസ്റ്റ് ഓൾ ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് മിനിമൈസ് ദ കോസ്റ്റ്. ആദ്യം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും മിനിമൈസ് ദ കോസ്റ്റ് ആണ്. സെക്കൻഡ്, സെറ്റ് അപ്പ് ദ ട്രാൻസ്പോർട്ടേഷൻ ടാബിൾ വിത്ത് M rows ആൻഡ് N columns. M എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ഫാക്ടറീസും N ഡെസ്റ്റിനേഷനും ആണ് വരിക. തേർഡ്, ഡെവലപ്പ് എൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യണം. ഫോർത്ത്, വെരിഫൈ വെദർ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമം ഓർ നോട്ട് നോക്കണം. സെൽ ഹാവ് ആൻ അലോക്കേഷൻസ് ആർ നോൺ ആസ് occupied cell and other cell is known as empty cell. Fifth, opportunity cost related with empty cell are to be computed to test whether feasible solution is optimum. Next, if the solution is not optimal, then the modify allocation. Optimum അല്ലെങ്കിൽ നമ്മൾ allocate ചെയ്ത modify ചെയ്യണം. 7, repeat the step 5 and 6 till the optimal solution is attained. അപ്പോൾ 7 സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കൺസെപ്റ്റ്, മെത്തേഡ്സ് ടു ഫൈൻഡ് ഔട്ട് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. നമ്മൾ ആദ്യം ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കാണണമെന്ന് പറഞ്ഞു. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കാണാനുള്ള മെത്തേഡ്സ്, 3 മെത്തേഡ്സ്. ഫസ്റ്റ്, ദ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, NWCM. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, NWCM. ഷോർട്ട് ഫോം ആ എക്സാമിന് വരിക. ദ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, NWCM. സെക്കൻഡ്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, LCW. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, LCW. തേർഡ്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്, VOGEL. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്, VAM. So these are the 3 methods of find out of initial feasible solution. Then first method, northwest corner method, NWCM. NWCM is the simplest method which is used to generate the initial feasible solution. Northwest or upper left corner cells of transportation table. Each row of transportation table like TT. Specific plants or factory. Each column specific warehouse, markets, etc. Cells intersection of rows and columns. First model ആയ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് അല്ലെങ്കിൽ NWCM. NWCM is the simplest method which is used to generate an initial feasible solution. Initial feasible solution കൊടുക്കേണ്ട വളരെ സിംപ്ലസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് NWCM, നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. നോർത്ത് വെസ്റ്റ് നമുക്കറിയാം, അപ്പർ ലെഫ്റ്റ് കോർണർ, അപ്പർ തൊട്ടിട്ട് താഴെ വരെ. നോർത്ത് വെസ്റ്റ് എല്ലാവർക്കും അറിയില്ലേ,
അപ്പർ മുതൽ താഴെ വരെ ഉള്ളത്. അതിനെയാണ് നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ അപ്പർ ലെഫ്റ്റ് കോർണർ സെൽ എന്ന് പറയുന്നത് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പർ ലെഫ്റ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പർ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിലെ ഏറ്റവും മുകളിലുള്ള ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമ്പർ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പർ ലെഫ്റ്റ് കോർണർ സെൽസ് ആണ് യൂസ് ചെയ്യുക ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടേബിളിലെ സെല്ലിലെ അപ്പർ ലെഫ്റ്റ് കോർണർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഈച്ച് റോ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ, TT മീൻസ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ, സ്പെസിഫൈ പ്ലാന്റ് ഓർ ഫാക്ടറി. ഓരോ റോയിലെയും ട്രാൻസ്പോർട്ടേഷൻ ടേബിളിനെ സ്പെസിഫൈ ചെയ്യുന്നത് പ്ലാന്റ് അല്ലെങ്കിൽ ഫാക്ടറിയാണ്. ഈച്ച് കോളം സ്പെസിഫൈ വർക്ക് ഹൗസ് മാർക്കറ്റ്. ഓരോ കോളം സ്പെസിഫൈ ചെയ്യുന്ന വർക്ക് ഹൗസും മാർക്കറ്റുമാണ്. നമുക്ക് പറയാം സെൽസ്, ഇന്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. സെൽസ് എപ്പോഴും ഇന്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് ആണ്. ഓക്കെ, NWCM മനസ്സിലായില്ല, അതിന്റെ സ്റ്റെപ്സ് പഠിക്കാം. ഫസ്റ്റ്, കൺസിഡർ ഫസ്റ്റ് പ്ലാന്റ് സപ്ലൈ ആൻഡ് ഫസ്റ്റ് മാർക്കറ്റ് ഡിമാൻഡ്. ആദ്യം നമ്മൾ മെട്രിക്സ് വരച്ചാൽ അല്ലെങ്കിൽ ടേബിൾ വരച്ചാൽ ആദ്യം നമ്മൾ ഫസ്റ്റ് പ്ലാന്റ് സപ്ലൈയും ഫസ്റ്റ് മാർക്കറ്റ് ഡിമാൻഡുമാണ് നോക്കുക. ഡിമാൻഡും സപ്ലൈ ആദ്യം നോക്കും. ലോവസ്റ്റ് എമംഗ് ടു, ഡിമാൻഡും സപ്ലൈ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഏതാണ് ലോവസ്റ്റ് നോക്കും. ലോവസ്റ്റ് എമംഗ് ടു ആർ അസൈൻ ടു ഫസ്റ്റ് പ്ലാന്റ്. അത് നമ്മൾ ഫസ്റ്റ് പ്ലാന്റിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ സപ്ലൈയും ഡിമാൻഡ് ഉണ്ടാവും. ചിലപ്പോൾ സപ്ലൈ ലോവസ്റ്റ് ആയിരിക്കും, ഡിമാൻഡ് ഹയസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ സപ്ലൈ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ പ്ലാന്റിലേക്ക് അസൈൻ ചെയ്യും. ഇഫ് മോർ ഡിമാൻഡ്, അതിൽ കൂടുതലാണ് ഡിമാൻഡ് എങ്കിൽ, സപ്ലൈനേക്കാളും കൂടുതലാണ് ഡിമാൻഡ് എങ്കിൽ, ഷിഫ്റ്റ് ടു നെക്സ്റ്റ് മാർക്കറ്റ്. നമ്മളവിടെയുള്ള ഒരു ഡിമാൻഡ് മറ്റൊരു മാർക്കറ്റിലേക്ക്, അടുത്ത മാർക്കറ്റിലേക്ക്, നെക്സ്റ്റ് മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ സപ്ലൈ ഈസ് ലെസ് ദാൻ ദ ഡിമാൻഡ്, സപ്ലൈ ഡിമാൻഡിനേക്കാൾ കുറവാണെങ്കിൽ ദെൻ മൂവ് ടു നെക്സ്റ്റ് പ്ലാന്റ്. ഒന്ന് മാർക്കറ്റും ഒന്ന് മൂവും. ഡിമാൻഡ് മാർക്കറ്റും സപ്ലൈ പ്ലാന്റിലല്ലേ ഉണ്ടാവുക. അപ്പോൾ സപ്ലൈ ആണ് കുറവെങ്കിൽ അടുത്ത മാർക്കറ്റിലേക്ക് പോകും, മാർക്കറ്റാണ് കുറവെങ്കിൽ അടുത്ത പ്ലാന്റിലേക്ക് പോകും. അത്രയേ ഉള്ളൂ. ദെൻ മൂവ് ടു ദി നെക്സ്റ്റ് പ്ലാന്റ്. ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഈസ് ഈക്വൽ. സപ്ലൈയും ഡിമാൻഡ് 10 സപ്ലൈയും 10 ഡിമാൻഡും ആണെങ്കിൽ മോർ ഡയഗണലി ടു നെക്സ്റ്റ് പ്ലാന്റ്, അത് അവർ ഡയഗണലി അത് കോമ്പൻസേറ്റ് ചെയ്ത് ഓക്കെ ആയി നെക്സ്റ്റ് പ്ലാന്റിലേക്ക്, അടുത്ത മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ അടുത്ത മാർക്കറ്റിലേക്ക്, അടുത്ത പ്ലാന്റിലേക്ക് പോകും. അതാണ് പറയുന്നത്. ഫസ്റ്റ് കൺസിഡർ ഫസ്റ്റ് പ്ലാന്റ് സപ്ലൈ ആൻഡ് ഫസ്റ്റ് മാർക്കറ്റ് ഡിമാൻഡ്. ലോവസ്റ്റ് എമംഗ് ദീസ് ടു, രണ്ടിടത്തിലും ആർ അസൈൻഡ് ടു ഫസ്റ്റ്. ഇഫ് മോർ ഡിമാൻഡ്, കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഷിഫ്റ്റ് ടു നെക്സ്റ്റ് മാർക്കറ്റിലേക്ക് പോകും. ഇഫ് മോർ സപ്ലൈ കൂടുതലുണ്ടെങ്കിൽ മൂവ് ടു നെക്സ്റ്റ് പ്ലാന്റ്. ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഈക്വൽ ആണെങ്കിൽ മോർ ഡയഗണലി ടു നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് നെക്സ്റ്റ് മാർക്കറ്റ്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ്, കൺസിഡർ റെഡ്യൂസ്ഡ് മെട്രിക്സ്. എന്ത് ചെയ്യുക, ഓരോ കഴിഞ്ഞിട്ട് ഇപ്പം സപ്ലൈ ഡിമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ സപ്ലൈ ഡിമാൻഡ് ക്യാൻസൽ ആവുന്നതുകൊണ്ട് തന്നെ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. ഡിമാൻഡും സപ്ലൈ ക്യാൻസൽ ആവുമ്പോൾ അവിടെ മെട്രിക്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യണം, ടേബിൾ റെഡ്യൂസ് ചെയ്യണം. കൺസിഡർ റെഡ്യൂസ് മെട്രിക്സ്, ദെൻ കണ്ടിന്യൂ ദ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ഇൻ 1 till we get an initial feasible solution to problem. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ എടുക്കുന്ന ഡിമാൻഡും സപ്ലൈയും കുറയുന്നതനുസരിച്ചിട്ട് ടേബിളിന്റെ റോസും കോളംസ് കുറച്ച് കൊണ്ടുവന്നിട്ട് അവസാനം ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തണം. സോ ദെൻ കണ്ടിന്യൂ ദ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ഇൻ 1 till we get an initial feasible solution to problem. പ്രോബ്ലത്തിലെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തി വരണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി നോക്കിക്കോ. ആദ്യം നമ്മൾ ഫസ്റ്റ് പ്ലാന്റ് സപ്ലൈ, ഫസ്റ്റ് മാർക്കറ്റ് ഡിമാൻഡ് കൺസിഡർ ചെയ്യും. എന്നിട്ട് ലോവസ്റ്റ് എമംഗ് ദ ടു ആർ അസൈൻ ടു ഫസ്റ്റ് പ്ലാന്റ്. ഇഫ് മോർ ഡിമാൻഡ് ഷിഫ്റ്റ് ടു നെക്സ്റ്റ് മാർക്കറ്റ്. ഇഫ് സപ്ലൈ ഈസ് ലെസ് ദാൻ ഡിമാൻഡ് ആണെങ്കിൽ ദെൻ മൂവ് ടു നെക്സ്റ്റ് മാർക്കറ്റ്. ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഈസ് ഈക്വൽ ആണെങ്കിൽ മോർ ഡയഗണലി ടു നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് നെക്സ്റ്റ് മാർക്കറ്റ്. രണ്ടാമത്തത് കൺസിഡർ ദ റെഡ്യൂസ് മെട്രിക്സ് ആണ്. ദെൻ കണ്ടിന്യൂ ടു സ്റ്റെപ്പ് explain in 1 till we get an initial feasible solution to the problem. Okay, then ഞാൻ ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം യൂഷ്വലി ഇൻവോൾവ്, നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, നമ്മളെ ലാസ്റ്റ് ചാപ്റ്റർ. ഇത് കൂടി കഴിഞ്ഞാൽ മാനേജ്മെന്റ് സയൻസ് കഴിഞ്ഞു. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സിമ്പിളാണ്. യൂഷ്വലി ഇൻവോൾവ് ദ, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട് എക്സാമിന്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം usually involve the physical movement of goods and services from various sources or origin to multiply demand destination within the given constraints of supply and demand in such a way
that the total transportation cost is to be minimized. The basic transportation problem was originally developed by F.I. Hitchcock. Transportation problem is a special type of LPP. It deals with the transportation of products manufactured at different factories or plants to a number of demand destinations. Objective: minimize the transportation cost. So mathematical formula of transportation problem lets us denotes P1, P2, P3, etc. PM factories or plants. D1, D2, D3, etc. DM demand destination. Q1, Q2, etc. QM quantity produced from the factories. R1, R2, etc. RM various requirements of each destination. Total quantity produced is equal to Q1 plus Q2 plus Q3 etc. QM is equal to sigma Q. Total quantity required, that is demand. R1 plus R2 R3 etc. RM is equal to sigma R. Therefore, EQ is equal to ER. Tij is equal to transportation cost of one unit from the origin of to J destination. Matrix transportation table P1, P2, Pi, PM, D1, D2, DJ, DN. Total quantity required demand. So the first column wise P1, P2, Pi, PM required demand. D1, D2, DJ, DN total quantity required. D1, T11, T21, Ti1, Tm1. D2, T12, T22, Ti2, Tm2. DJ, Tij, T2j, Tij, Tmj. Dn, T1n, T2n, Tin, Tmn. Total quantity required Q1, Q2, Qi, Qm. Required demand R1, R2, Rj and Rm. Okay. The next linear programming formulation of transportation problem. Minimize Z is equal to sigma m t is equal to 1, sigma n j is equal to 1, Cij into Xij. Sigma n j is equal to 1, Xij is equal to alpha or infinity I is equal to 1, 2, etc. n. Capacity constraints. Next, sigma m t is equal to 1, Xij is equal to beta j, Bj. J is equal to 1, 2, etc. n. Demand constraints. Xij greater than or equal to 0 for all I and j. Definitions. Feasible solution, that is non-negative allocation, Xij greater than 0. Basic feasible solution, if the number of non-negative allocation is equal to m plus n minus 1, where m is number of rows and n is number of columns. Third, optimal solution. Feasible solution is called optimal solution if it is minimize the transportation cost. Fourth, non-generate basic feasible solution. A feasible solution to a transportation problem is said to be non-generate if it contains m plus n minus 1. Second, each allocation is independent. Clear? Next, loops. On terms of this area, loops 4 or more cell can be formed as loop. Two adjacent cell in the ordered set lies either in the same row or in the same column. Next, solution of transportation problem or steps. First of all, define the objective function, that is minimization of cost. Second, set up the transportation table with m rows and n columns. M indicate the sources of factories, n indicate the destination. Then third, develop an initial feasible solution. Fourth, verify whether the initial feasible solution is optimum or not. Cell having allocations are known as occupied cells and other cells are known as empty cells.
Fifth, opportunity cost related with empty cells are to be computed to test whether the feasible solution is optimum. Next, if the solution is not optimal, then modify allocation. Last, repeat the steps 5 and 6 till the optimal solution is attained. Okay, ബാക്കി പ്രോബ്ലം പാർട്ടാണ് നാളെ മുതൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.